നമസ്കാരം. കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ കണ്ടു പഠിക്കണം. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ അവിടുത്തെ ആരോഗ്യരംഗം, അവിടെ കോൺഗ്രസ് ഭരിച്ച് എങ്ങനെയാണ് മനോഹരമാക്കിയിരിക്കുന്നത്, കേരളത്തിൽ അതൊക്കെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ദേ നോക്കിയേ. പരസ്യമായിട്ട് റോഡിലൂടെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം എന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. ഇതാണ് കോൺഗ്രസും സംഘികളും മാറി മാറി ഭരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് സംഘികളും ഇടയ്ക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നിടത്തേക്ക് സ്ത്രീ സുരക്ഷയും അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് സംവിധാനവും അവിടുത്തെ എങ്ങനെയാണ് നിയമവാഴ്ചയെന്നൊക്കെ മനസ്സിലാക്കേണ്ട കാഴ്ചയാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധികാരത്തിലിരുന്ന നാടുകളെല്ലാം എത്ര മനോഹരമാണ്, കേരളവും ഞങ്ങൾ അതുപോലെയൊക്കെ ആക്കിത്തരാമെന്ന് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ സംഘപരിവാറുകാർ ഈ രാജ്യത്താകമാനം വികസിത് ഭാരത് കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ സംഘപരിവാറുകാർ ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് മര്യാദയ്ക്ക് പട്ടാപ്പകൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിക്കോളും. ഇതൊക്കെ ഉള്ളിലിരിക്കുന്നത് സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരുന്ന് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ എന്താണ് രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ നടക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. കാര്യം എന്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് വരുമ്പോഴാണ് നമ്മൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. അതുവരെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ഈ പറയുന്ന മധുര മനോജ്ഞ കഥകൾ കേട്ടിട്ടും പണ്ടത്തെ കഥകളും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കഥകൾ എന്നുള്ള നിലയ്ക്ക് അവനവൻ്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രം അയ്യോ സംഭവിച്ചേ എന്ന് വിചാരിക്കുന്ന ചിന്താഗതിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം കാഴ്ചകൾ അലോസരപ്പെടുത്തില്ലെന്നറിയാം. എങ്കിലും ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഓരോ പൗരനെ സംബന്ധിക്കുന്നിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ദൃശ്യമൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാജ്യത്തെ സംഘിസ്ഥാനങ്ങളിൽ നടക്കുന്നത്. കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടന്നാൽ എന്താണെന്ന് അവൻ വിവരം അറിയും. ഇതിപ്പോൾ വീഡിയോ ദൃശ്യം പുറകെ വന്ന് ആരോ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പുറത്തേക്ക് വിടേണ്ടി വന്നു? അങ്ങനെ ചെയ്തിട്ടെങ്കിലും മറ്റേ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ നല്ലത്. അല്ലാതെ സാധാരണഗതിയിൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുന്നവരെ അന്വേഷിക്കുകയാണെന്നും പോലീസിന് ഈ പറയുന്ന കോൺഗ്രസ് ഭരിച്ചോ അല്ലെങ്കിൽ സംഘിസ്ഥാൻ പോലുള്ള ഇടങ്ങളിലൊന്നും ഇപ്പോൾ യാതൊരു താല്പര്യവുമില്ല. കോൺഗ്രസ് ഭരിച്ച് സംഘപരിവാറിന്റെ കയ്യിൽ താളത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഈ രാജസ്ഥാനിലൊക്കെ കോൺഗ്രസിനെ ആരാണ് തകർത്തതെന്ന് ചോദിച്ചാൽ അവിടെ ഇടതുപക്ഷമാണോ ഇവരെ പ്രാദേശികമായിട്ട് തകർത്ത് കളഞ്ഞത്? അല്ലല്ലോ, സ്വയം തകർന്ന് BJP-യിലേക്ക് ചേർന്നതാണല്ലോ. അവരുടെ പല MLA-മാരെയും MP-മാരെയും കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ വിലയ്ക്ക് വാങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണ് രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ കോൺഗ്രസ് ലോപിച്ച് BJP ആയതിനു ശേഷവും അവിടുത്തെ നിയമവാഴ്ചകൾ നിലനിൽക്കുന്നതെന്നും പട്ടാപ്പകൽ പോലും സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള ധൈര്യം അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിയമത്തിന്റെ എത്രമാത്രം അപാകത എന്നാണ്. ഇവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിവരം അറിയും, അല്ലെങ്കിൽ പൊതുജനം പ്രതികരിക്കുന്ന രീതി ഉണ്ടാകും. അങ്ങനെയൊന്നും യാതൊരു തരത്തിലും ഭയമില്ലാതെ പരസ്യമായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ വരെ അതിക്രമം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതാണ് ഇവർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്തു കൊടുത്തതും ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതെന്നെങ്കിലും തിരിച്ചറിഞ്ഞോളൂ. അതുകൊണ്ട് ഇവിടെയൊക്കെ സുരക്ഷിത മേഖലയിലൊക്കെ ഇരുന്നതിന് ശേഷം അതൊക്കെയാണ് മനോഹരം, അവിടത്തെ പോലെയൊക്കെയാണ് ഇവിടെയും ആകേണ്ടതെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ഉള്ളിൽ കുറിച്ചു വച്ചിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ.